ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ഓർമ്മയ്ക്കായുള്ള പുരസ്കാര ചടങ്ങിൽ ഭാഗമായി പേപ്പർ പ്രസന്റേഷൻ കോമ്പറ്റീഷൻ സെമിനാറുമാണ് നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം തീരുമാനിക്കുന്നത്. നമ്മുടെ അഭിഭാഷക വക്കീൽ ജുഡീഷ്യൽ മേഖലയിലെ ഏറ്റവും വലിയ അഭിമാനമായ ജസ്റ്റിസ് സദാശിവം സാറാണ് ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. പ്രകാശമാണ് നിയമം ജസ്റ്റിസ് നഗരേഷ് സാറ്, ലോ സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി, നമ്മുടെ ഗുരുനാഥനായ സദാനന്ദ സാറ്, SP തിരുകുമാർ സാറ്, ജുഡീഷ്യൽ ഓഫീസർ സാർ, കലശ്ശേരി ജുഡീഷ്യൽ ഓഫീസർ സെക്രട്ടറി, ബാർ കൗൺസിൽ മെമ്പർ, എൻ്റെ പ്രിയ സുഹൃത്ത് K. നന്ദകുമാർ സാർ, അതുപോലെ തന്നെ ഇതിനോടുള്ള ധാരാളം ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇനി അവർക്ക് എല്ലാവരും സ്വാഗതം പറയുകയാണ്. ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്വാഗതം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. വേദിയിലേക്ക് അധ്യക്ഷനായിട്ട് നമ്മുടെ ലോ സെക്രട്ടറി സദർ സാർ, ഫർണിച്ചർ പ്രമോദ്, പണ്ടത്തെ അവതരിപ്പിക്കുന്ന ഡോക്ടർ കൃഷ്ണ സാർ, നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിലാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിലാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള ശീലമോട് ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകിയും ജന്മബന്ധുവായിടണേ. പ്രിയ അതിഥികൾ, നിയമലോകത്തെ മഹാരഥന്മാരെ, സഹപ്രവർത്തകരെ, അഭിമാനകരമായ ഭാവിയെ വളർത്തിപ്പിടിക്കാനെത്തിയിട്ടുള്ള വിദ്യാർത്ഥികളെ, ഈ മഹത്വപൂർണമായ പ്രഭാതത്തിൽ ഇവിടെ ഒത്തുകൂടിയ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നീതിയുടെയും നിയമത്തിൻ്റെയും ദാർശനിക പാരമ്പര്യങ്ങളിൽ ഒരു പൊതുചൈതന്യം സൃഷ്ടിക്കാൻ നമ്മെ ഒന്നിപ്പിക്കുന്ന ഈ സദസ്സിലേക്ക് ഞാൻ ആനന്ദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് നിയമചിന്തകരുടെയും ജൂറിസ്റ്റുകളുടെയും ഹൃദയങ്ങളിൽ അലിഞ്ഞു കൂടിയിരിക്കുന്ന അത്യന്തം സങ്കീർണവും അതുല്യവുമായ ഒരു വിഷയം തന്നെയാണ്. ഫ്രം കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ടു കമ്പേഷൻ, ദ ത്രെഡ് ഓഫ് ജസ്റ്റിസ് VR കൃഷ്ണയ്യ's ഫിലോസഫിക്കൽ ലെഗസി ഇൻ ദ ജഡ്ജ്മെന്റ് ഓഫ് ജസ്റ്റിസ് P. സദാശിവം. നിയമം കേവലം ഒരു ചട്ടക്കൂടല്ല, മറിച്ച് മനുഷ്യരുടെ സ്വപ്നങ്ങളും വേദനകളും പ്രതീക്ഷകളും കേട്ടറിഞ്ഞ് അവക്ക് ഉചിതമായ മറുപടി നൽകുന്ന ഒരു കരുണയുടെയും നീതിയുടെയും സഞ്ചാരപഥമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അവസരമാണിത്. ഭരണഘടന പറയുന്ന അവകാശങ്ങളെ കണക്കുകളും വകുപ്പുകളിലും അതിരുകളാക്കാതെ മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു നിയമദർശനമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ എത്തുന്നത്. നീതിയുടെ ആത്മാവായി നീതി മനുഷ്യന്റെ ആത്മാവിനെ സ്പർശിക്കേണ്ടതാണ് എന്ന് ഇന്ത്യൻ ജനതയെ പഠിപ്പിച്ച മഹാനായ ജഡ്ജിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യ. അദ്ദേഹം ഒരു ജഡ്ജി എന്നതിലുപരി ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, മനുഷ്യാവബോധത്തിന്റെ ദീപസ്തംഭം, ഭരണഘടനയെ ജീവനുള്ള രേഖയാക്കി മാറ്റിയ ദാർശനികൻ. ക്രിമിനൽ നിയമം ശിക്ഷയിൽ നിന്ന് പരിഷ്കാരത്തിലേക്ക് തിരിഞ്ഞത് തടവുകാരുടെ അവകാശങ്ങൾ നിയമത്തിന്റെ മുഖപ്പടിയായി ഉയർന്നത് പൗരന്മാർക്ക് കോടതിയുടെ വാതിലുകൾ തുറന്നുകൊടുത്ത
പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അദ്ദേഹത്താൽ സാക്ഷാത്കരിക്കപ്പെട്ടത്, ഇതൊക്കെ നീതി മനുഷ്യനെ തേടിയെത്തണം എന്ന അദ്ദേഹത്തിന്റെ ആഴമുള്ള വിശ്വാസത്തിന്റെ പ്രതിബിംബങ്ങളായിരുന്നു. ബെയിൽ നോട്ട് ജയിൽ എന്ന അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഇന്നും ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ നാഡിയാണ്. നിയമം മരണവാക്കല്ല, ജീവിക്കുന്ന കാരുണ്യമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. മാനുഷിക ജോലിയുടെ പിന്തുടർച്ചയായി ജസ്റ്റിസ് പി സദാശിവ സാർ ഇന്ന് നമ്മുടെ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഈ മഹത്തായ പാരമ്പര്യത്തിന്റെ തന്തി തന്റെ വിധിന്യായങ്ങളിലൂടെ മുന്നോട്ട് വഹിച്ചിരുന്നത് ജസ്റ്റിസ് പി സദാശിവ സാറാണ്. Undeterred prisoners' rights, political prisoners' dignity, capital punishment, jurisprudence എന്നിവയിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൃഷ്ണയുടെ കാരുണ്യമണ്ഡിതമായ നീതി ദർശനത്തെ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ അകം, ഹ്യൂമാനിറ്റി, അതാണ് അവർ രണ്ടാം തലമുറയിൽ നിയമത്തിന്റെ ഭാഷയിൽ പുനരാഖ്യാനം ചെയ്തത്. പരമായ അച്ചടക്കവും അദ്ദേഹം നിർബന്ധിച്ചു. അദ്ദേഹത്തിന്റെ ഈ മാനുഷികവും ഭരണഘടനാപരമായ സമീപനം ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം അവതരിപ്പിക്കുന്ന ദാർശനിക ആഴത്തോട് അത്യന്തം അനുയോജ്യമാണ്. ജസ്റ്റിസ് നഗരീഷ് സാറിനെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ ആദരവോടുകൂടി ഞാൻ സർക്കാർ നിയമകാര്യ സെക്രട്ടറി ശ്രീ KG സനൽകുമാർ സാർ അവർക്കും തങ്ങളുടെ ശ്രേഷ്ഠമായ ഭരണപരവും നിയമപരവുമായ അറിവിനാൽ ഈ വേദി സമ്പന്നമാക്കാൻ എത്തിച്ചേർന്ന കേരള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ N കൃഷ്ണകുമാർ അവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രമോദ്, ദ ലോ ട്രസ്റ്റിന്റെ കൺവീനർ ശ്രീ എല്ലാവർക്കും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാറിന്റെ യഥാർത്ഥ ശക്തി ഈ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ള അഭിഭാഷകരും ഗവേഷണ മനസ്സുള്ള നിയമ വിദ്യാർത്ഥികളുമാണ്. നിങ്ങളുടെ പങ്കാളിത്തം ഈ ചർച്ചയെ സാർത്ഥകമാക്കും എന്ന്, നിയമത്തിന്റെ മാനവീയ മുഖത്തെ കൂടുതൽ പ്രകാശിതമാക്കും എന്ന് പ്രത്യാശിക്കുന്നു. സദസ്സിലായി മുഖ്യരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നിയമ ലോകത്തെ അഭികാംക്ഷികൾക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാം എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. ജസ്റ്റിസ് സദാശിവ സാർ ഏറെ നേരത്തെ തന്നെ നമ്മുടെ ഈ വേദിയിലെത്തി. പ്രിയപ്പെട്ട നമ്മുടെ ഗുരുനാഥനായിട്ടുള്ള സന്തോഷ് സാർ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി വിട്ടുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്കാകെ തന്നെ മാതൃകാപരമായിട്ടുള്ള പങ്കുവഹിക്കുന്ന സന്തോഷ് സാർ എന്നും നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകയാണ്. സാറിനെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്തു. ഈ സെമിനാറിനെക്കുറിച്ചുള്ള മുഴുവൻ പേര് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്തകൾ അവസാനിപ്പിക്കുന്നു. ആദരണീയനായ യോഗാധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള ആരാധ്യനായ ഓണറബിൾ ജസ്റ്റിസ് സദാശിവം, അദ്ദേഹത്തെ ലോർഡ്ഷിപ്പ് എന്നും വിളിക്കാം, ഹിസ് എക്സലൻസി എന്നും വിളിക്കാം, അങ്ങനെ രണ്ട് പേരുകളും വിളിക്കാൻ യോഗ്യനായ മനുഷ്യൻ, മറ്റ് മുതിർന്നവരെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികൾ, അത്യന്തം സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ VR കൃഷ്ണയ്യർ പുരസ്കാര സമർപ്പണ ദിനം വന്നെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കേന്ദ്രമാക്കിയിട്ടുള്ള ലോ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് ദാനം ഇന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാമുഖ്യം നേടിയ ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ്. നിയമ
മേഖലയിലുള്ള ആളുകൾ ഓരോ വർഷവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ വർഷത്തെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവാർഡ് കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ അവാർഡുകൾ ആർക്കൊക്കെയാണ് ലോ ട്രസ്റ്റ് കൊടുത്തിരുന്നത് എന്ന് നോക്കുമ്പോൾ ആ അവാർഡിൻ്റെ പ്രാമുഖ്യവും അവാർഡ് നൽകുന്നതിൻ്റെ പിന്നിലുള്ള മാനദണ്ഡവും എല്ലാം വളരെ വ്യക്തമാണ്. ഈ വർഷം നമ്മൾ ആരാധ്യനായ ജസ്റ്റിസ് സദാശിവത്തിൽ അവർകൾക്കാണ് അവാർഡ് നൽകുന്നത്. കൃഷ്ണയ്യരുടെ കാലഘട്ടം, സുപ്രീം കോടതിയിൽ അദ്ദേഹം ജഡ്ജിയായിരുന്ന കാലഘട്ടം ഒരു പക്ഷേ ഭാരതത്തിൻ്റെ ഭരണഘടനാ നിയമ മേഖലകളിൽ കൊണ്ടുവന്നിട്ടുള്ള പരിവർത്തനം അത് ഇന്നും പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭരണഘടന എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ അല്ലെങ്കിൽ പൗരന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട കടുത്ത ഖണ്ഡികകളല്ല ഭരണഘടനയിലെ ഖണ്ഡികകൾ, മറിച്ച് സാധാരണക്കാരൻ്റെ, പിന്നോക്കം നിൽക്കുന്നവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, മാനുഷികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി അല്ലെങ്കിൽ നീതി, സ്വാതന്ത്ര്യം, തുല്യത എന്നീ നമ്മുടെ ഭരണഘടനാപരമായ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ആയിരിക്കണം ഭരണഘടനയെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് നമ്മളെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ജുഡീഷ്യറിയെ പറഞ്ഞു പഠിപ്പിച്ച് അതിൻ്റെ ആ തരത്തിലുള്ള വിധിന്യായങ്ങൾ നൽകിയ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒരു പക്ഷേ ഭാരതത്തിന് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനാ ന്യായാധിപൻ അല്ലെങ്കിൽ പണ്ഡിതൻ എന്ന നിലയിൽ ഇന്നും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ വിഷയമായിട്ട് വെച്ചിരിക്കുന്നത് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ടു കമ്പാഷൻ എന്ന് പറയുന്ന തീമാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ടു കമ്പാഷൻ എന്ന് പറയുന്ന തീം അതിന് ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു ഉത്തരം ജസ്റ്റിസ് VR കൃഷ്ണയ്യറിനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുള്ള ഭാരതത്തിലെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റുകളെല്ലാം തന്നെ ഈ കൃഷ്ണയ്യരുടെ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ പാവപ്പെട്ടവന് വേണ്ടി നീതി ലഭ്യമാക്കണം, പാവപ്പെട്ടവന് നീതി ലഭ്യമാക്കണം എന്നുള്ള ചിന്താഗതിയിൽ പോയിട്ടുള്ളതാണ്. പിന്നീട് വന്ന ജഡ്ജ്മെൻറ്റുകൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ചിന്താധാരയിൽ ഏറ്റവും അധികം ജഡ്ജ്മെൻറ്റുകൾ പിന്നെ തന്നിട്ടുള്ള ചീഫ് ജസ്റ്റിസുമാരിൽ, ഭാരതം കണ്ടിട്ടുള്ള ചീഫ് ജസ്റ്റിസുമാരിൽ ഏറ്റവും പ്രമുഖനാണ് ജസ്റ്റിസ് സദാശിവം. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകൾ ഓരോന്നും ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകളെ പറ്റിയിട്ടുള്ള പേപ്പേഴ്സ് ആയിരിക്കും പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കത് കൂടുതൽ വിവരം ഇനി പ്രസന്റ് ചെയ്യാൻ പോകുന്ന കടലാസുകളിൽ നിന്ന് അല്ലെങ്കിൽ പേപ്പേഴ്സിൽ നിന്നും മനസ്സിലാവും. എന്നാലും ഏതാനും ചില ജഡ്ജ്മെൻറ്റുകൾ, എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ചില ജഡ്ജ്മെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ ഇന്നും കുപ്രസിദ്ധമാണ് കൂട്ടബലാത്സംഗങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തും ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്തു, ഒരു ലോ വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്തു. ആ ഇഷ്യൂ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ബീർഭൂം എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ ആദ്യത്തെ ആ കാലഘട്ടത്തിലുള്ള ആദ്യത്തെ ബീർഭൂം റേപ്പ് കേസിൽ അദ്ദേഹത്തിൻ്റെ വിധിന്യായം വളരെ ആ മേഖലയിൽ ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതുകയും വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ച് വലിയ ഒരു കോമ്പൻസേഷൻ തുക അതിലെ വിക്ടിമിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. മാനുവൽ സ്കാവഞ്ചിങ്ങിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിധി 1993 മുതൽ മാനുവൽ സ്കാവഞ്ചിങ് നടത്തവേ മരണപ്പെട്ട തൊഴിലാളികൾക്ക് 6 ലക്ഷം രൂപ കോമ്പൻസേഷൻ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിലാണ് ആരൊക്കെ അവർക്കെല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വിധി. വാസ്തവത്തിൽ കൃഷ്ണയ്യർ എന്താണോ ഉദ്ദേശിച്ചത്, കൃഷ്ണയ്യരുടെ നീതി എങ്ങനെ നടപ്പാക്കണം എന്നുള്ള കൃഷ്ണയ്യരുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ജഡ്ജ്മെന്റുകളാണ് ജസ്റ്റിസ് സദാശിവം നടത്തിയിട്ടുള്ളത്. ഭുല്ലാർസ് ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ഒരാളെ തൂക്കിക്കൊലയ്ക്ക് വിധിക്കുകയാണെങ്കിൽ
എന്തെല്ലാം മാനദണ്ഡങ്ങൾ അതിന് ഉണ്ടാവണം. അതുവരെ അതിനൊരു മാനദണ്ഡങ്ങൾ ഗൈഡ് ലൈൻസ് നിശ്ചയിച്ചിരുന്നില്ല. കോടതികൾക്ക് തോന്നുന്നത് പോലെയായിരുന്നു. വ്യക്തമായ മാനദണ്ഡങ്ങൾ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിൽ വന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു കേസായ ലളിതകുമാരീസ് കേസിൽ അന്നാണ് ആദ്യമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഒരാൾ കൊടുക്കുകയാണെങ്കിൽ ആ പരാതിയിൽ ഒരു ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും FIR രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ വളരെ സുപ്രധാനമായ, ഒരുപക്ഷെ അതൊരു ഒരു ചരിത്രപരമായ വിധിയാണ്. നിങ്ങൾ എന്ത് പരാതി കൊടുത്താലും അന്വേഷണമല്ല വേണ്ടത്, ആ പരാതിയിൽ ഒരു ഒഫൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം, അന്വേഷണം നടത്തിയിരിക്കണമെന്ന വളരെ പ്രമാദമായ വിധി അതിന്റെ കർത്താവും ജസ്റ്റിസ് സദാശിവമാണ്. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ദി കൺട്രി ഷുഡ് ബി സോ ഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ പബ്ലിക് ഗുഡ് എന്ന് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം റിലയൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ കേസിൽ അദ്ദേഹം പറഞ്ഞു, രാജ്യത്തിന്റെ സ്വത്ത് അതിന്റെ മുകളിൽ എല്ലാവർക്കും അവകാശമുള്ളതാണ്, അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കപ്പെടണം എന്നും അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിൽ പറഞ്ഞു. അങ്ങനെയുള്ള നിരവധി ജഡ്ജ്മെന്റ് അദ്ദേഹത്തിന്റെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്താണോ നീതി എന്ന പദത്തിലൂടെ വിഭാവനം ചെയ്തത്, ആ നീതി ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭ്യമാക്കാൻ തന്റെ സുപ്രീം കോടതിയിലെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പരിശ്രമിച്ച ഒരു ദിവ്യ വ്യക്തിത്വമാണ്, ഒരു മഹത്തായ വ്യക്തിത്വമാണ് ഇന്നുള്ളത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ സന്തോഷപ്രദവും നമുക്ക് എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ്ങും കൂടെയാണ്. അദ്ദേഹത്തിന് VR കൃഷ്ണയ്യർ അവാർഡ് നൽകുന്നതിലൂടെ നാം കൃഷ്ണയ്യരെയും ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെയും നമ്മുടെ ഭരണഘടനയെയും തന്നെ ആദരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനി വരുന്ന പ്രസന്റ് ചെയ്യുന്ന പേപ്പറുകളിൽ അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങളെ പറ്റി കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇന്നത്തെ ഈ സമ്മേളനം ഇത്രയും പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ജസ്റ്റിസ് സദാശിവത്തിന് ഈ ചടങ്ങിന് വിളിച്ച സമയത്ത് അദ്ദേഹം സന്തോഷപൂർവ്വം വരാം, നമ്മളോടൊപ്പം ഇന്നത്തെ ദിവസം ചെലവഴിക്കാം എന്ന് പറയുകയും അപൂർവം സമയങ്ങളിലെ ലോ ട്രസ്റ്റിന്റെ അവാർഡ് കൊടുക്കാൻ നമ്മൾ ഡൽഹിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഇവിടെ വരാൻ സാധിക്കില്ല. ജസ്റ്റിസ് സദാശിവം വരാമെന്ന് സമ്മതിച്ചു. അതുമാത്രമല്ല, ആ സമയത്താണ് നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റുകളുടെ പ്രശ്നം. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒരു ദിവസം നേരത്തെ വന്ന് നമ്മുടെ രാജ്ഭവൻ, നമ്മുടെ അതിന്റെ പേര് ലോക് ഭവൻ ആക്കി, ലോക് ഭവനിൽ അദ്ദേഹം വിരുന്നുകാരനായിട്ട് വന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. അത്യധികം സന്തോഷത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തെ ഒന്നുകൂടെ കൈയടിച്ച് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ലോ സെക്രട്ടറി ശ്രീ KG സനിൽകുമാർ അവരുടെ ക്ഷണിക്കുന്നു. Honorable Justice P. Sadashivam, Honorable Justice N. Nagaresh sir, Dr. N. Krishna Kumar, Secretary Kerala Legislative Assembly, Advocate S. Ajit, dignitaries on and off the dais. Today's subject for the seminar is from constitutionality to compassion, the thread of Justice VR Krishnayya's philosophical legacy in the judgments of Justice P. Sadashivam. Even though stalwarts in the judicial field, Justice VR Krishnayya and Justice P. Sadashivam hails from two different fields. One was a social activist and the other who hails from a farmer's background. Yet there are some common features in the judgments of these two judges. That is the subject we are analyzing here. I am only taking a few minutes for an attempt to comparison regarding the judgments of these two judges. The comparison between the judicial philosophies of Justice VR Krishnayya and Justice P. Sadashivam
focusing on the thread of justice, moving from constitutionality to compassion, reveals a distinction between a revolutionary humanist and an adherent to constitutional precedent infused with the social conscience. Justice V.R. Krishna fundamentally viewed the Constitution as an instrument of social and economic change, not merely a legal text. His judicial philosophy was driven by a deep-seated compassion for the oppressed and a commitment to social justice, making him the original weaver of the thread of justice. He was a judicial activist who stretched the literal bounds of the Constitution to achieve substantial justice. V.R. Krishna dramatically expanded the scope and the legal aid environment to include a dignified human existence. He pioneered public interest litigation through letters from prisoners and strongly advocated for a correctional rather than purely punitive justice. His judgments were characterized by a vibrant literary style that infused empathy and humanism directly into the legal discourse. He believed in judges leaving the courtroom to see the ground reality, which can be seen in the municipality case. For him, compassion was the essential mandate that drove the constitutional interpretation. Justice P. Sadashivam, including a stint as Chief Justice of India, represented a phase where the progressive humanist jurisprudence established by judges like Krishna and V.N. Bhagavati became established precedents. His approach was generally characterized by a strict adherence to judicial discipline and established constitutional principles. He was noted for his grounded and pragmatic judgments that followed the path of stare decisis or precedents. While Justice Sadashivam's judgments may not exhibit the same revolutionary rhetoric of Justice Iyer, the compassionate outcome is often achieved by diligently applying the expanded constitutional rights forged by his predecessors. In essence, Justice Krishna laid the foundation and created the expansive threads that connected the Constitution's highest ideals to the common person's lowest grievances. Justice Sadashivam, belonging to a later generation of judges, faithfully continued to weave that thread into the daily fabric of justice delivery system, ensuring the philosophical leaps of the 1970s and 80s were solidified as the modern rule of law. However, we are going to hear much of the discourse on the subjects, and I hope that there will be a meaningful discussion on the subjects. Thank you very much. ഇൻട്രോഡക്ടറി അഡ്രസ് നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ അവരെ ക്ഷണിക്കുന്നു. Respected Chair, Law Secretary Sri K.G. Sanalkumar, Honorable Justice Sadashivam Sir, Honorable Justice Nagaresh Sir, Bar Association President Sri Pallichan Pramod, Sri Shivasubramanian Murthy, Dr. Lisi Albert, Advocate Jayakrishnan, നമ്മുടെ ഈ പരിപാടിയുടെ ഇന്നത്തെ നെടുന്തൂണായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ സന്തോഷ് സാർ. Actually, it is a privilege to speak today on the judicial influence of Justice V.R. Krishna on Honorable Justice P. Sadashivam, the two towering personalities of Indian constitutional jurisprudence. They belong to different generations, but they are united by a common commitment, that is commitment to human dignity,
social justice and constitutional morality. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഇലക്ട്രിസിറ്റി അഥവാ കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ കാണാനാവില്ല. We cannot see electricity with our naked eyes. നമ്മൾ പഠിക്കുമ്പം ഫിസിക്സിൽ പറയും ഇലക്ട്രിസിറ്റി ഈസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയും. We cannot see it, but we can experience it. നമുക്കത് അനുഭവിക്കാനാവും. എങ്ങനെ? ഈ ലൈറ്റുകളിലൂടെ, ഫാൻ, AC ഇതുപോലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഉണ്ട്, ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാകാനാവും. Just like that, we cannot see justice, but we can experience it through judicial decisions of eminent jurists like Justice V.R. Krishna Iyer, Justice Chinnappa Reddy, Justice Bhagavati, Justice Sadashiv, etc. അനുഗ്രഹീതരായ ജഡ്ജിമാർ മറ്റ് രാജ്യങ്ങളിലെ നിയമജ്ഞന്മാർക്കും മറ്റ് രാജ്യങ്ങളിലെ ജഡ്ജസിനും വഴികാട്ടിയ, മാതൃക കാട്ടിയ ഇന്ത്യൻ അപ്പെക്സ് കോടതിയിലെ ന്യായാധിപന്മാർ, അവരുടെ മുൻനിരയിൽ നിൽക്കുന്ന ന്യായാധിപന്മാരുടെ പേരാണ് ഞാൻ ഇപ്പോൾ തൊട്ടുമുമ്പിൽ സൂചിപ്പിച്ചത്. ജസ്റ്റിസ് V.R. കൃഷ്ണ അയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ ഈ അവാർഡ് ഓണറബിൾ ജസ്റ്റിസ് സദാശിവം സാറിന് നൽകുന്നത് വഴി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ ലോ ട്രസ്റ്റും ആണ് ആദരിക്കപ്പെടുന്നത്. ജസ്റ്റിസ് V.R. കൃഷ്ണയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ജഡ്ജ്മെന്റ്, എസ്പെഷ്യലി പ്രേംശങ്കർ ശുക്ല വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ, സുനിൽ ബാത്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ വിധികൾ സുപ്രീം കോർട്ട് സ്പീക്കിംഗ് ത്രൂ ജസ്റ്റിസ് V.R. Krishna Iyer in the famous case Premshankar Shukla versus Delhi administration, let me quote, the routine resort to iron bespeaks barbarity hostile to human civilization. എന്തൊരു കാവ്യഭാവന. The routine, ദൈനംദിനം, എന്നും, ഡെയിലി, റെഗുലർ, resort to means rely on, depend on. Iron here means handcuff as well as fetters. ഈ കൈവിലങ്ങും പൂച്ചുവിലങ്ങും എന്ന് പറയും, കാല് വെച്ച് ചേർത്ത് കിട്ടുന്ന വിലങ്ങ്, അത് ചേർത്താണ് അയൺ എന്ന് ഉദ്ദേശിച്ചത്. ബാർബേറിറ്റി ഹോസ്റ്റൈൽ മീൻസ് അഗൻസ്റ്റ് ഹ്യൂമൻ സിവിലൈസേഷൻ. മനുഷ്യ സംസ്കാരത്തിന് വിരുദ്ധമായ കിരാത വാഴ്ചയാണ് ഇവിടെ നടമാടുന്നതെന്ന് ഈ വിലങ്ങുകൾ വിളിച്ചോതുന്നു. കാവ്യഭാവന ജസ്റ്റിസ് V.R. കൃഷ്ണ. അദ്ദേഹം പറഞ്ഞു, ജഡ്ജസ്, പ്രൊഫസേഴ്സ്, എമിനന്റ് പൊളിറ്റീഷ്യൻസ്, അങ്ങനെ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഹാൻഡ് കഫ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം എഴുതി. എന്നാൽ പിൽക്കാലത്ത് ഹാൻഡ് കഫ് ഇല്ലാതെ പ്രതികൾ പോലീസുകാരെ തട്ടിയിട്ട് ഓടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം തന്നെ അതിനെ മോഡിഫൈ ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ക്യാൻ ബി യൂസ്ഡ്, ഉപയോഗിക്കാം. എപ്പോൾ? ഇഫ് ഈസ് എ ഡെസ്പറേറ്റ്, റൗഡി, അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഉപയോഗിക്കാം എന്ന് മോഡിഫൈ ചെയ്യാനുള്ള മനസ്സും കൂടെ കാണിച്ചു എന്നുള്ളതാണ് അവിടെ വിശേഷം. ജസ്റ്റിസ് V.R. കൃഷ്ണയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് സാറിലേക്ക് വരാൻ മതി. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ വിധികൾ. ഖത്രി 2 വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ബ്ലൈൻഡ് പ്രിസണേഴ്സ് കേസ് എന്നാണ് അറിയപ്പെടുന്നത്. ജയിലിലെ ഇൻമേറ്റ്സ് ആയ പ്രശ്നകാരികൾ എന്ന് ഇങ്ങോട്ട് കാണിക്കാത്ത പ്രശ്നകാരികൾ എന്ന് വിളിക്കുന്ന പ്രതികളെ മലർത്തി കിടത്തിക്കൊണ്ട് അവരുടെ കണ്ണിൽ സ്പോക്ക് സൈക്കിളിന്റെ ഹാൻഡിലും ഫീറ്റിനും ഇടയ്ക്കുള്ള ഒരു കമ്പി, കുഴൽ, അതിലൂടെ സൾഫ്യൂരിക് ആസിഡ് അല്ല, ഓലിയം എന്ന് പറയും, H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ്. H2SO4 അതിലും കൂടിയതാണ്, കുറച്ചുകൂടെ ഗാഠതയുള്ളതാണ്. കളിയാക്കി പറയാറുണ്ട്, H2SO4 കഴിച്ചാൽ ആള് മരിച്ചു പോകും, അകത്തുള്ള ഘട്ടൊക്കെ ഉരുകി മരിച്ചു പോകും. പക്ഷെ H2SO4 കഴിച്ചാൽ മരിക്കില്ല, കാരണം അങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ അത് ഇവിടെ പൊത്തും അത്രയും ഗാഠതയുള്ളതാണെന്ന് പറയുന്നുണ്ട്. അത്രയും ഗാഠതയുള്ള ഓലിയം അതോ H2SO4 ഓരോ തുള്ളി ഒഴിച്ചു കൊടുത്തു. അവരുടെ സ്കള്ള് കുഴലിലൂടെ കാണാം. ആ നിലയിൽ കണ്ണ് അപ്പോഴേ അടിച്ചുപോയി. ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ കൃഷ്ണയുടെ പ്രത്യേകമായ ലീഗൽ എയ്ഡിനെ കുറിച്ചുള്ള പ്രശസ്തമായ
അതുപോലെ തന്നെ നേരത്തെ മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുമാതിരി ജസ്റ്റിസ് അറ്റ് ഡോർ സ്റ്റെപ്സ്, പടിവാതിൽക്കൽ നീതി. കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ, ഇൻ ദിസ് ലാൻഡ് ഓഫ് ദരിദ്ര നാരായൺസ് വി ഷുഡ് നോട്ട് സീക്ക് ജസ്റ്റിസ്, ജസ്റ്റിസ് ഷുഡ് സീക്ക് പീപ്പിൾ. ജനങ്ങളെ തേടി നീതി എത്തണം എന്നുള്ള ആശയം പിന്നീട് ജസ്റ്റിസ് സദാശിവത്തിലൂടെ അത് സുപ്രീം കോടതി വീണ്ടും ആവർത്തിച്ച് പറയുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ജോളി ജോർജ് വർഗീസ് വേഴ്സസ് ബാങ്ക് ഓഫ് കൊച്ചിൻ എന്ന വിധിയാണ്, വളരെ പ്രശസ്തമായ വിധി. ടു ബി ബോൺ ആസ് എ പുവർ ഈസ് നോട്ട് എ ക്രൈം. അദ്ദേഹം തന്നെ അത് പിൽക്കാലത്ത് മോഡിഫൈ ചെയ്തു, ടു ബി ബോൺ ആസ് എ പുവർ ഈസ് നോട്ട് എ സിൻ എന്ന്. മലയാളികൾക്ക് അത് കൂടുതൽ പിടികിട്ടും. പാവമായി ജനിക്കുന്നത് ഒരു പാപമല്ല. മലയാളത്തിലെ പ്രാസം വരും, പാവമായി വരുന്നത് ഒരു പാപമല്ല എന്ന വിധിയിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്കണോമിക് ജസ്റ്റിസിന് അടിവരയിട്ട ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഇൻ പോലീസ് കസ്റ്റഡി എന്നതിൻ്റെ ഒരു പുസ്തകത്തിന് മറ്റൊരു പുസ്തകത്തിന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ഫോർവേഡ് വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തെ കാണാൻ പോയി. കുറച്ച് കൂടുതൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ അടുത്തറിയാൻ അനുഭവം കിട്ടിയ ഒരാളെന്ന് എനിക്ക് പറയുകയാണ്. അദ്ദേഹം പോലീസ് ലോക്കപ്പിലെ കുറെ സദാശിവം ഈസ് നോട്ട് ഓൺ ഓഫ് റിപ്ലിക്കേഷൻ but of continuity. It is visible in commitment to human rights and social justice, progressive and purposive interpretation of law, respect for democratic criticism, and humane, empathetic judicial approach. Justice V.R. Krishnayar lit a constitutional lamp. Justice Sadashivam carried that light forward, adapting it to his life, but never abandoning its core values. This continuity reminds us that judicial greatness is not confined to individual brilliance, but it lies in carrying forward a tradition of justice, courage, and compassion. Thank you all. Advocate S.K. Pramod avargale kshenikkunnu. Extend my felicitation in my mother tongue, especially to my lecturers in Hussain sir. ഇത്രയും ബഹുമാനായിട്ടുള്ള ഈ ലോ ട്രസ്റ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ സംസ്ഥാന നിയമവകുപ്പ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ കെ ജി സനൽകുമാർ സർ, ഈ മഹത്തായ ദിനം ഉദ്ഘാടനം ചെയ്ത മിസ്റ്റർ നഗരേഷ് സർ, വേദിയിലുള്ള നിയമസഭാ സെക്രട്ടറി ഡോക്ടർ കൃഷ്ണകുമാർ സർ, മുൻ ബാർ കൗൺസിലിൻ്റെ ചെയർമാൻ, നിലവിൽ ബാർ കൗൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് കെ നന്ദകുമാർ സർ, അതുപോലെ സ്വാഗതം ആശംസിച്ച നമ്മുടെ അഡ്വക്കേറ്റ് ടി എസ് അജിത്ത്, മറ്റ് പ്രിയമുള്ള അഭിഭാഷകരെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, പ്രിയമുള്ള നിയമ വിദ്യാർത്ഥികളെ, സഹോദരന്മാർ, എനിക്ക് മുമ്പ് സംസാരിച്ച സ്പീക്കേഴ്സ് എല്ലാം തന്നെ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി തന്നെ സൂചിപ്പിക്കേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് മറ്റൊന്നും എനിക്ക് ചേർക്കുവാനില്ല. ആകെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ജീവിച്ച് മരണപ്പെട്ടതിന് ശേഷവും ഈ സമൂഹം ഇന്നും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ സ്മരിക്കുന്നുണ്ടെങ്കിൽ കേവലമായിട്ടുള്ള ഒരു ജഡ്ജി എന്നുള്ളൊരു ഉദ്യോഗത്തിനപ്പുറമായി സമൂഹത്തിൽ ചിലത് പകർന്നു നൽകുവാൻ വേണ്ടി തൻ്റെ ഔദ്യോഗിക കാലഘട്ടങ്ങളിൽ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലത് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയെ മുറുകെ പിടിക്കുകയും അത് ഭരണഘടനയിലൂടെ അനുകമ്പയുടെ സന്ദേശം നൽകുവാനും അനുകമ്പയിലൂടെ ആളുകൾക്ക് സഹായങ്ങൾ എത്തിക്കുവാനും വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഒരു ജഡ്ജിയായതിനു ശേഷം പെട്ടെന്നുണ്ടായ ഒരു മാറ്റമായി അതിനെ വിലയിരുത്തുവാൻ കഴിയുകയില്ല. ജസ്റ്റിസ് കൃഷ്ണയ്യരെ സമൂഹം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്ന കേരളത്തിൽ ഇന്ന് കാണുന്ന എല്ലാ മാറ്റങ്ങൾക്കും അടിത്തറമായ നിയമം നിർമ്മിക്കുന്നത് നിർണായകമായ പങ്കുവഹിച്ച ആളായിരുന്നു ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ഇന്ത്യൻ ഭരണഘടന പിന്നീട് സന്ദർഭത്തിൽ ഭേദഗതി വരുത്തി റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു മിയർ റൈറ്റാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ 1957 ഈ നിയമം വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യക്തികൾക്ക് കൈവശം വെക്കാൻ കഴിയുന്ന സ്വത്തിനെ സംബന്ധിച്ച് നിയമം പാസ്സാക്കിയ ആളാണ്. അപ്പൊ ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലുള്ളവർ
അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ പദവികളും സമൂഹത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ജയിൽ പരിഷ്കരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ ജയിൽ ചട്ടങ്ങളെ സംബന്ധിച്ചുള്ള പരിഷ്കരണം അദ്ദേഹം ജയിൽ വകുപ്പിന്റെ മന്ത്രിയായിരിക്കുമ്പോഴാണ് അത് പിന്നീട് ഒരു തലത്തിൽ അദ്ദേഹം ജഡ്ജിയായി മാറുമ്പോൾ അത് കുറച്ചുകൂടി ശക്തമായ രൂപത്തിൽ രാജ്യത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതിന്റെ ഉദാഹരണങ്ങളും അതിന്റെ ജഡ്ജ്മെന്റിനെ സംബന്ധിച്ചാണ് നമ്മുടെ മുൻ സ്പീക്കേഴ്സ് ആയിട്ടുള്ള നഗരേഷ് സാറായാലും അതുപോലെ കൃഷ്ണകുമാർ സാറും നമ്മുടെ മുമ്പ് സൂചിപ്പിച്ചത്. നമുക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത ചുറ്റുപാടുകളും അവർ വഹിച്ചു പോകുന്ന കടന്നു വന്ന പാതകളുമെല്ലാം അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് ഈ സബ്ജക്ട് അല്ലെങ്കിൽ ഇന്നിപ്പോ അവാർഡ് ഏറ്റുവാങ്ങുന്ന ജസ്റ്റിസ് സാഗർ സാറിന്റെ കാര്യത്തെ സംബന്ധിച്ച് പബ്ലിക് ഇൻവെസ്റ്റിഗേഷനിലെല്ലാം കൃഷ്ണയ്യർ സാറിന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയ ചില കാര്യങ്ങളാണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ളതാണ് പ്രധാനമായിട്ടുമുള്ളത്. സദാശിവ സാറിന് നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനെ സംബന്ധിച്ച് ആ രൂപത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മളെല്ലാം ഇന്നിപ്പോൾ വളരെ സജീവമായി എഴുതുന്നത് ഇപ്പൊ നോട്ടാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട നമ്മുടെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു പൗരനെ സംബന്ധിച്ച് താൻ മത്സരിക്കുന്നവർ തനിക്ക് വോട്ട് ചെയ്യേണ്ട സന്ദർഭത്തിൽ മത്സരിക്കുന്ന ആളുകളിൽ എനിക്കിഷ്ടമില്ല അല്ലെങ്കിൽ നിൽക്കുന്ന കാര്യം തന്നെ ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടില്ലാത്തവരാണ് അവർ വോട്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവും. അപ്പൊ ആ അർത്ഥത്തിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്ന ജഡ്ജ്മെന്റ്, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തു. തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ മത്സരിക്കുവാൻ വരുന്ന വ്യക്തിയെ സംബന്ധിക്കുന്ന പൂർണ്ണമായ ഒരു വിവരം ജനങ്ങളറിയാം. അതും ആ അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യരായാലും ജസ്റ്റിസ് സാഗർ സാറായാലും ഇന്ത്യൻ ഭരണഘടനയെ ഈ രൂപത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചതിന് ശേഷം വർഷങ്ങളോളം നടപ്പാക്കും അല്ലെങ്കിൽ മേഴ്സി പെറ്റീഷൻസ് എല്ലാം കൺസിഡർ ചെയ്യുന്നതിനുള്ള ഡിലേ, അതിനെല്ലാം അത്തരത്തിലുള്ള വൈകുന്ന കാലഘട്ടങ്ങളിൽ ആ പ്രതികൾ ജയിലിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അവരുടെ മാനസികമായിട്ടുള്ള നിലയെ സംബന്ധിച്ച് അതെല്ലാം പരിശോധിക്കുവാനുമല്ല. അപ്പോൾ മനുഷ്യത്വത്തിന്റെ എലിമെന്റ് ഉയർത്തിപ്പിടിച്ച രണ്ട് മഹാരഥന്മാരാണ് ഇക്കാര്യത്തിൽ തർക്കമില്ല. അത് ജസ്റ്റിസ് കൃഷ്ണയ്യർ സാറിൽ തുടങ്ങി സദാശിവൻ സാറിൽ എത്തി നിൽക്കുമ്പോൾ ആ രണ്ടുപേരുടെയും കാര്യങ്ങൾ മനുഷ്യത്വത്തിന്റെ അത്യുന്നതമായിട്ടുള്ള മൂർത്തീകരണം പിടിച്ചു നിർത്തുന്നതിന് ഇന്ത്യൻ ഭരണഘടനയെ നല്ല രൂപത്തിൽ വിനിയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ചർച്ചയാണ് ലോ ട്രസ്റ്റ് ഇന്നിവിടെ നടത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഒന്നാകെ തന്നെ ഭരണഘടന കടുത്ത വെല്ലുവിളി നേരിടുന്നുണ്ടോ ഇല്ലയോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭം, മനുഷ്യാവകാശ ദംശനങ്ങൾ വല്ലാത്ത രൂപത്തിൽ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ എന്ന് അത്തരക്കാർ വാദിക്കുന്ന സന്ദർഭങ്ങൾ. അപ്പോൾ അതെല്ലാം നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ രൂപത്തിലുള്ള ചർച്ചകൾ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ പൊതുസമൂഹത്തിന് ഒന്നാകെ ഉണർവ് പകരുന്നതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം പ്രവർത്തനത്തിൽ നമ്മുടെ ലോ ട്രസ്റ്റ് വഹിക്കുന്ന പങ്ക് ശ്ലാഘനീയമായിട്ടുള്ളതാണ്. അത് വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കഴിയണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഈ സന്ദർഭത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ട്രിവാൻഡ്രം ബാർ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും ലോ ട്രസ്റ്റിനും ഭാരവാഹികളെയും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ചടങ്ങിനെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ബാർ കൗൺസിൽ മെമ്പറും മുൻ ചെയർമാനുമായ അഡ്വക്കേറ്റ് KN പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത മിസ്സസ് എൻ നഗേഷ്, എത്രയും ബഹുമാനായ മുൻ ഗവർണറും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായ ജസ്റ്റിസ് സദാശിവം, മറ്റേ സുഹൃത്തുക്കൾ, സന്തോഷം ഒരു പ്രസ്ഥാനമാണ്. ഞാൻ 20 വർഷം മുമ്പ് 2005 ഞങ്ങൾ ഒന്നിച്ചാണ് കേരള ബാർ കൗൺസിൽ അംഗങ്ങളാവുന്നത്. അന്ന് മുതൽ ഇതൊരു വലിയ അടുത്ത ഹൃദയബന്ധമാണുണ്ട്. ഒരുപക്ഷെ നാരായണ നായർ സാർ കഴിഞ്ഞാൽ ഇനി കേരളത്തിൻ്റെ നീതിന്യായ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രമുഖമായിട്ടുള്ള സ്ഥാനം വരാൻ പോകുന്ന ആളാണ് സന്തോഷ്. അതുകൊണ്ട് അടുത്തൊരു 10 വർഷം കഴിയുമ്പോഴേക്കും സന്തോഷിൻ്റെ ഒരു ചുരുങ്ങിയൊരു 10 സ്റ്റുഡൻസ് എങ്കിലും കേരള ഹൈക്കോടതിയിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ
ദ ലോ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഈ ട്രസ്റ്റ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ ഒരു മാതൃകയായിട്ട് മാറുമെന്നുള്ള സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് രാവിലെ 8 മണിക്ക് പ്രോഗ്രാം ഗവൺമെന്റ് നടത്തിയാൽ പോലും ഒരു 250 പേരെ ഒന്നിച്ച് കിട്ടുക എന്നുള്ള എളുപ്പമുള്ള കാര്യമില്ല. അത് എല്ലാവർക്കും പറയാവുന്നതാണ്. ഒരു 300 പേരെ രാവിലെ 8 മണിക്ക് കിട്ടുക എന്നുള്ള എളുപ്പമുള്ള കാര്യമില്ല. അത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കടനായ പോലും. പക്ഷെ സന്തോഷം രാവിലെ 6 മണിക്ക് പ്രോഗ്രാം വെച്ചാലും ഒരു 1000 പേരെ ഈ ഒരു ഹോൾ നടക്കുന്ന സന്തോഷത്തിലേക്ക്. അതാണ് ഞാൻ ഒന്നുകൂടി ഈ ലോട്ടസിനെയും അതുപോലെ സന്തോഷത്തെയും അതുപോലെ സന്തോഷം എല്ലാ പിന്തുണയും കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് അവസാനിക്കുന്ന നമസ്കാരം. Respect to all the dignitaries on the dais as well as off the dais, especially on this is Sadashivam. We are going into the academic session. I think we had a very good introduction by some of the speakers who already elaborated on the philosophy of Justice Krishna Iyer. Justice Krishna Iyer Award, we don't just give it to the recipient, but also we have a session in which we remember his jurisprudence. See, last time also I had told that Justice Krishna Iyer is not just a mere person who is learned in the law. So this law പഠിക്കാൻ എളുപ്പമാണ്. Law നമുക്ക് ഇച്ചിരി മെനക്കെട്ടിരുന്നാൽ ആർക്കും പഠിക്കും. But to have an understanding of the philosophy of the law is a much deeper pursuit. It's a lifelong pursuit, and I think Justice V.R. Krishna Iyer is somebody who is guiding us, especially judges of the higher judiciary who have to decide problems not between two people. Because private lawyer decisions are easier to make, right? X versus Y. But when you are deciding in the courts of record, in the high courts or in the Supreme Court, you have to decide for the people outside the court also, not just between the parties. So it takes a lot of deliberation, a lot of understanding of the underlying philosophy of the law, not just mere law. Here the section endu parayunnalladalla, പക്ഷേ ഭരണഘടന തന്നെ how these documents operate in a very large and deep sense. That kind of understanding is needed. So that is why we have this session where students are encouraged to read upon Justice Krishna Iyer as well as other honorable judges' contribution to the jurisprudence of the law. Jurisprudence is a science of decision making, right, in judicial decision making. So we had a large number of applicants, but due to paucity of time, we have cut it down to 10 paper presentations, and each person will be given 5 minutes. Please note, every paper presenter will be given 5 minutes. You have to enforce time strictly because the Honorable Governor function is next and we don't have any flexibility with time. So to ensure that 5 minutes, after 5 minutes your paper will be disqualified. So I'll give you a warning at the 4-minute mark. Stick to time, go to the conclusion as early as possible once the 4-minute mark is closed. So participants, 5 minutes, 4 minutes, I'll give you a warning. After 5 minutes your paper will be disqualified. Remember that. So to present the paper on the theme today, from constitutionality to compassion, the thread of Justice V.R. Krishna Iyer's philosophical legacy in the judgments of Justice P. Sadashivam. I just want to add one point. So I heard this from an eminent speaker. Why was Justice Krishna Iyer writing in such complex language and such complex philosophical moorings? Because after a point he realized that he should speak to other judges, not to judges on at the time when he was sitting in the Supreme Court. Justice P. Sadashivam sir, esteemed moderator, respected judging panel members, faculties and dear friends. Today I am presenting a paper titled From Constitutionality to Compassion, the thread of Justice V.R. Krishna Iyer's philosophical legacy in the judgment of Justice P. Sadashivam. The Indian Constitution is not merely a legal document. It is a living instrument aimed at achieving justice, social, economic and political. Within this constitutional journey, certain judges have transformed the law from rigid textualism into a human and compassionate force. Justice V.R. Krishna Iyer stands as one of the most influential architects of this transformation. This paper examines how the humanist and compassionate judicial philosophy of Justice Krishna Iyer continues to resonate in the judgments of Honorable Justice P. Sadashivam sir, former Chief Justice of India. Though separated by time and style, both judges are united by a shared constitutional vision, justice rooted in dignity, fairness and empathy. In the beginning, I would like to focus on the philosophical foundation. A warm good morning to all, honorable judges and all distinguished guests gathered here today. A constitution
is often seen as a book of laws. But in India, it has grown into something far greater, a living promise of dignity, justice, and humanity. My paper, Compassionate Constitutionalism Across Eras, Justice Krishna Iyer's ideological footprint in Sadashivan's juridical approach, explores this transformation through two towering jurists who shaped the soul of Article 21 across generations, Justice V.R. Krishna Iyer and Justice P. Sadashivam. Justice Krishna Iyer occupies a sacred place in India's legal history. He was not just a judge, he was a movement, a conscience, a reminder. He believed that law without compassion is merely power. And through his decisions, he taught the judiciary that empathy is not an emotion but a constitutional duty. In Hussain Ara Khatun case, he made the nation confront the injustice of thousands of under-trial prisoners forgotten behind bars. He supported vulnerable women's right to maintenance with a sensitivity far ahead of his time. He made bail a symbol of liberty by propounding the principle bail is the rule and jail is the exception, and expanded Article 21 into a charter of humane, inclusive, socially responsive justice. He taught us that the Constitution is not meant for the privileged alone. It must reach the last person. It is in that spirit we say we are Krishna Iyer when we use the law to uplift the weakest. Decades later, Justice Sadashivam emerges not as a departure but as a continuation of this compassionate philosophy, only with a more structured, doctrinal and contemporary approach, where Krishna Iyer philosophized, Sadashivam operationalized. In Safai, Karamchari and Dolan versus Union of India, a case that condemned manual scavenging, one of the most dehumanizing practices in modern India, Justice Sadashivam held the state directly responsible for ensuring dignity, rehabilitation, and complete eradication of these inhuman practices. My paper for the seminar, and I've titled it as Justice as a Living Legacy, Tracing Justice Krishna Iyer's Humanistic Constitutionalism through Justice Sadashivam's Jurisprudence. Today, as I stand before you, I have a duty imposed upon me, and that duty is to trace an invisible thread. A thread that was spun by Justice V.R. Krishna Iyer and carried forward with remarkable fidelity by Justice P. Sadashivam. This is not merely a story of judicial continuity or judicial creativity, but it is a testament as to how justice, when rooted in humanism, becomes a living, breathing legacy. Now, speaking about our architect, Justice V.R. Krishna Iyer, who through his revolutionary vision did not just interpret the Constitution, but reimagined it as a charter of human dignity. During the 1970s and 1980s, when our judiciary was at crossroads, he chose the path less traveled, the path that led to the poorest, the path that led to the marginalized, the path that led to the voiceless. Through a plethora of judgments like the public interest litigations, epistolary jurisdiction through the Cyril Batra judgment, and the environmental justice through Ratna municipality judgment, the gender justice through Muthamma's judgment, and many other judgments, he ensured that the bench is humanized. He humanized the bench through his empathy and compassion and wrote judgments in languages that every layman or laywoman of this country could understand. And this legacy was carried forward by many judges, but the judge who can be said to be the proper inheritor of Justice V.R. Krishna Iyer can very well be said to be Justice V. Sadashivam. Because as a judge and further as the 14th Chief Justice of India, Justice Sadashivam did not just imitate Justice Krishna Iyer, but through his authenticity, he put forward a legacy of jurisprudence that still shines throughout years to come. Introduction of the Nota voting option in UCL versus Union of India, the cases in which the electoral information disclosure was being put forward, the compensation for manual scavengers in Safai Karmachan Andolan case, the 1993 Mumbai Blast case, the Jessica Lal case, the retrospective application for the manual scavengers, Yaqub Memon's case, Graham Stein's case for religious harmony, and many more. I can actually go on and on, but I would like to limit myself because of time restriction. Now, all these judgments, something can definitely be, a silver lining can definitely be seen in all these judgments. Justice V.R. Krishna Iyer's philosophy was reborn. The Constitution, as a living document,
must embrace those that the society has excluded, and the law must serve the human welfare. And that is what Justice P. Sadashivam reiterated through his judgment. Next, I invite Sharon NB to present her paper. Dhruva, please be on the stand. A very warm good morning to one and all, esteemed dignitaries and my dear colleagues. It's an honor to present my paper titled From Constitutional Vision to Compassionate Justice, Tracing Justice V.R. Krishna Iyer's Influence in the Jurisprudence of Justice P. Sadashivam. This paper explores how the transformative philosophy of Justice V.R. Krishna Iyer continues to inspire the humane and inclusive approach of Justice P. Sadashivam. It seeks to highlight how both jurists across generations upheld the idea that law must serve as an instrument of social change. Thank you, Sharon. Next, I invite Dhruva PC to present her paper. Amrita Premnath, please be on the stand. Good morning, everyone. I'm Advocate Dhruva. I stand before you to present a journey that defines soul of Indian constitutional law, a journey of how two great judges, Justice V.R. Krishna Iyer and Justice P. Sadashivam, transformed our constitution into a living promise of dignity and compassion. My theme is simple: constitutionality to compassion, a journey shaped by the extraordinary philosophies of Justice V.R. Krishna Iyer and carried forward with the remarkable clarity by Justice P. Sadashivam. Next, I invite Amrita Premnath to present her paper. Kirtana Sir, be on the standby. Myself is Amrita Premnath, presenting the paper titled From Constitutionality to Compassion, the thread of Justice V.R. Krishna Iyer's philosophical legacy in the judgment of Justice P. Sadashivam. Their journey illuminates a fundamental truth that law, in its highest form, is both an instrument of love and a vehicle of compassion. Together, they transformed how we understand justice itself, not as cold legalism, but as living constitutionalism that serves humanity. Justice Krishna Iyer was a revolutionary who refused to see the Constitution as mere textbook. He broke open its literal words and planted the saplings of justice, equity, and good consciousness in soil that many thought barren. A warm good morning to all. I am Kirtana Sarin, second-year law student from Kerala Law Academy. I am honored to present before you on the topic From Constitutionality to Compassion, the thread of Justice V.R. Krishna Iyer's philosophical legacy in the judgments of Justice P. Sadashivam. His contributions have transformed judiciary, redefining the meaning of rights, justice, and constitutional morality. After a few years, Justice P. Sadashivam, though a judge in different era, reflected many of the same values in his judgment. The thread connecting both these two eminent jurists of judiciary is their shared belief that constitutional justice must ultimately prioritize the human dignity. Today I am honored to speak on a theme that beautifully connects two great judges of India, Justice V.R. Krishna Iyer and Justice P. Sadashivam sir. Justice Krishna Iyer was known as humanist judge. For him, law was not only a technical instrument, it was a tool for justice, dignity, and compassion. Whether it was a way to prison reforms, labor rights, or social justice, he always reminded us that the Constitution must serve the common people, especially for the poor and the voiceless. Years later, Justice Sadashivam carried forward this same spirit. His judgment often reflects the same values: respect for human rights, care for victims, fairness in criminal justice, and sensitivity towards the marginalized. Thank you, Salomar. Next, I invite Adara Gopan to present her paper. The last paper will be by Anjali Ajay. Please be on the standby. Honorable Justice P. Sadashivam, esteemed dignitaries on and off the dais, senior lawyers, teachers, and my dear members of the bar. My presentation today explores a jurisprudential lineage that has shaped modern Indian constitutionalism, from how Justice V.R. Krishna Iyer's compassionate constitutionalism manifests and evolves in the judicial philosophy of the 14th Chief Justice of India, Justice P. Sadashivam. This is not merely a comparison of two judges. It is an inquiry into the continuum of constitutional morality from an era that reimagined legality through humanism to an era that operationalized that humanism through structured doctrinal discipline.
Justice Krishna Iyer revolutionized Indian constitutional adjudication by introducing what schools today call as a compassionate constitutionalism. This framework transformed Article 21 from a narrow procedure established by law clause into a repository of substantive rights. Speedy trial, legal aid, humane treatment of prisoners, gender dignity, labor rights and more. Justice Iyer's judgments such as Maneka Gandhi, Sunil Batra, Idiga Anama became foundational texts for a generation of judges to come. Justice P. Sadashivam on the other hand adopted a different style, more restrained, textual and doctrinal. However, beneath this stylistic difference lies a remarkably consistent constitutional ethic of dignity-centered adjudication, sensitivity to power asymmetries, and a commitment ensuring that law protect those most easily overlooked by the state. Honorable dignitaries of the dais, distinguished guests, a blessed morning to one and all. I'm deeply privileged to present the topic, From Constitutionality to Compassion, a thread of Justice V.R. Krishna Iyer, Philosophical Legacy and the Jurisprudence of Justice P. Sadashivam. It goes beyond mere study of cases. It traces an intellectual connection between between two remarkable figures. During the century celebration of Justice Iyer, Honorable Justice P. Sadashivam described him as a steadfast voice for the oppressed and lighthouse for the legal community, guiding them on the right path of justice. To expand this discussion, a brief introduction is necessary. Justice Vaidyanathapuram Rama Krishna Iyer was one of the India's most humanistic judges, known for his constitutional commitment. The first law minister in Kerala, later a judge of Kerala High Court and Supreme Court. During his tenure, he delivered landmark judgment showing that justice shall not only be legally sound, but also compassionate. Distinguished dignitaries, esteemed speakers, respected members of the Law Trust, honored guests, learned members of legal fraternity, faculty colleagues, dear students, and well-wishers present here. A very good morning to all. I am deeply delighted to say a few words as concluding remarks before this dignified gathering. Today is a day of deep reflection, meaningful exchange of ideas, and profound celebration. A day dedicated not merely to an award, but to a legacy of justice, compassion, and unwavering commitment to constitutional morality. At the outset of this program is the lasting influence of Justice V.R. Krishna Iyer, whose visionary judicial philosophy continues to inspire generations. The Law Trust, committed to carrying forward his ideals, led to the institution, the Justice V.R. Krishna Iyer Award, to acknowledge and honor those whose contribution reflect his values of humanity, equity, and justice rooted in compassion. The seminar titled From Constitutionality to Compassion, the thread of Justice V.R. Krishna Iyer's philosophical legacy in the judgments of Honorable Justice P. Sadashivam has truly set the tone for this remarkable day by honoring both legal thought and lived jurisprudence. We are grateful to Advocate Ajit for delivering the welcome address and initiating the session with warmth and clarity. The inaugural address by Honorable Mr. Justice N. Nagesh offered valuable perspectives that have enriched our understanding of judicial philosophy and legacy. The presidential address by Sri K.G. Sanil Kumar, Law Secretary, Government of Kerala, added institutional significance and collective purpose to the session. The introductory address by Dr. N. Krishna Kumar, Secretary, Kerala Legislative Assembly, was thought-provoking. The felicitation delivered by Advocate S.K. Pramod, Member Bar Council of Kerala and President Trivandrum Bar Association, and Anil Kumar Sir, Member Bar Council of Kerala, were received with great gratitude and further added honor to the occasion. In a short while, we will move on to the next session,
where we will have the privilege of witnessing the formal award ceremony. We eagerly look forward to the gracious presence of Sri Rajendra Vishwanath Arlekar, Honorable Governor of Kerala, who will inaugurate the ceremony and present the 11th Justice B.R. Krishnaiyer Award 2025. The award will be conferred upon Honorable Mr. Justice P. Sadashivam, former Chief Justice of India and former Governor of Kerala, whose distinguished judicial service embodies the spirit of his honor. I extend my sincere gratitude to Advocate Dr. Santosh Kumar P., Chairman of the Law Trust, who is my guru and mentor, for his vision and tireless commitment in organizing this significant event. My gratitude also goes to Advocate Prema Kumar, Secretary Law Trust, the organizing committees and all the participants who made this session meaningful. To our students and members of the bar, thank you for your active participation and enthusiasm. Thank you. കഴിഞ്ഞ 35 വർഷമായി അധ്യാപന രംഗത്ത് പ്രവർത്തിച്ച ശ്രീമതി ലീല മീനാക്ഷി ടീച്ചറുടെ ഋതുഭേദങ്ങൾ എന്ന കവിതാ സമാഹാരം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി സദാശിവം അവർകൾ, ദി ലോ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ സന്തോഷ് കുമാർ അവർക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു. നീലമാനിടത്തിലൊഴുകി നടക്കും വെള്ളായുടുപ്പിട്ട പൈതങ്ങളെ, വെള്ളായുടുപ്പിട്ട പൈതങ്ങളെ, ഗ്രീഷ്മ ശരത്തുക്കൾ മാറി മാറി മുത്തമിട്ടങ്ങാലോലം തഴുകിടുമ്പോൾ കുലുങ്ങിച്ചിരിക്കുന്ന നിങ്ങൾ തൻ സ്നേഹം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്രിമിനൽസ് ഓഫ് ക്രിമിനൽ ലോസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ലോ ട്രസ്റ്റിൻ്റെ വേദിയിൽ വീണ്ടും എത്തുമ്പോൾ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്. ലോ ട്രസ്റ്റ് എല്ലാ സമയത്തും എങ്ങനെ ജുഡീഷ്യറിയെ മനുഷ്യപക്ഷത്ത്, മനുഷ്യാനുഭാവത്തിൻ്റെ പക്ഷത്ത് നിലനിർത്താം എന്നാണ് എല്ലാ കാലത്തും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വലിയ രീതിയിലുള്ള അനുഭാവപൂർവം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതി ലോ ട്രസ്റ്റിനുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞു കേട്ടു, സന്തോഷ് വിളിക്കുകയാണെങ്കിൽ രാവിലെ 6 മണിക്കും 10,000-കണക്കിന് ആൾക്കാരെ ഈ ഇത്തരമൊരു വേദിയിൽ സംഘടിപ്പിക്കാൻ, അവതരിപ്പിക്കാൻ കഴിയും. അതൊരു ആ അനുഭവം പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. നിയമവിദ്യാർത്ഥി അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ചിലപ്പോഴൊക്കെ ഇരിക്കാൻ അതിൻ്റെ ക്ഷണം ലഭിക്കുന്ന ഒരാളാണ്. രാവിലെ 6 മണിക്ക് 5 മണിക്കൊക്കെയാണ് ക്ലാസ്സുകൾ. ആ ക്ലാസ്സുകളിൽ എത്രമാത്രം ആവേശത്തോടെ, എത്രമാത്രം പ്രതിബദ്ധതയോടെ, താല്പര്യത്തോടെയാണ് വിദ്യാർത്ഥികൾ, എല്ലാ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ പല സമയത്തും അത്തരം ശിഷ്യഗണങ്ങളുടെ പരിചയത്തിലൂടെ ഗുണഭോക്താവായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ വേദിയിൽ കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള ലോ ട്രസ്റ്റിൻ്റെ ജസ്റ്റിസ് ബി ആർ കൃഷ്ണ അവാർഡ് കഴിഞ്ഞ വർഷം ഈ വേദിയിൽ വെച്ച് സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആ ഭാഗ്യം ഓർത്തുകൊണ്ടും
ലോ ട്രസ്റ്റുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരാൻ സാധിക്കുന്നതിലുള്ള അളവറ്റ ചാരിതാർത്ഥ്യം ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് ഓൺ റെക്കോർഡ്, പ്ലേസിംഗ് ഇറ്റ് ഓൺ റെക്കോർഡ്, Honorable Justice Sadashivam, I just want to place on record my humble gratitude for having this continued association with Law Trust. Thank you all. Namaskaram. അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട കേരള ലോ സെക്രട്ടറി ശ്രീ കെ.ജി. സനൽകുമാർ അവർക്ക് ഈ ലോ ട്രസ്റ്റിന്റെ ഉപഹാരം നൽകുന്നു. അടുത്തതായി ഇൻട്രോഡക്ടറി അഡ്രസ് നടത്തിയ ബഹുമാനപ്പെട്ട കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ അവർക്ക് ലോ ട്രസ്റ്റിന്റെ ഉപഹാരം നൽകുന്നു. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിച്ച ട്രിവാൻഡ്രം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ്.കെ. പ്രമോദ് അവർക്ക് ലോ ട്രസ്റ്റിന്റെ ഉപഹാരം നൽകുന്നു. അടുത്തതായി സെമിനാർ മോഡറേറ്ററായ ലോ ട്രസ്റ്റിന്റെ സെമിനാർ കമ്മിറ്റി ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ അവർക്ക് ലോ ട്രസ്റ്റിന്റെ ഉപഹാരം നൽകുന്നു. അടുത്തതായി കൺക്ലൂഡിംഗ് റിമാർക്സ് നടത്തിയ CSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ ട്രസ്റ്റിന്റെ ഉപഹാരം നൽകുന്നു. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട കേരള ബാർ കൗൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് K.N. അനിൽകുമാർ അവർക്ക് ലോ ട്രസ്റ്റിന്റെ ഉപഹാരം നൽകുന്നു. അടുത്തതായി ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ച ചടങ്ങിന് സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് അജിത് അവർക്ക് ലോ ട്രസ്റ്റിന്റെ ഉപഹാരം നൽകുന്നു. അടുത്തതായി പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ഇന്ത്യ എക്സിക്യൂട്ടീവ് സ്റ്റഡി LLD കരസ്ഥമാക്കിയ ഡോക്ടർ ദീപു എസ് കുമാറിന്, ഡോക്ടർ EC ആൽബർട്ടിന്, ലോയിൽ PhD കരസ്ഥമാക്കിയതിന് ശ്രീ B. പ്രദീപ് കുമാറിന്റെ സ്മരണാർത്ഥം ഉപഹാരം നൽകുന്നു. അടുത്തതായി ലോയിൽ PhD കരസ്ഥമാക്കിയ ഡോക്ടർ അജിത നായർ L. ലോ ട്രസ്റ്റ് മെമ്പറായിരുന്ന ശ്രീമതി മിനി VS സ്മരണാർത്ഥം ഡോക്ടർ അജിത നായർ L-ന് ലോ ട്രസ്റ്റിന്റെ ഉപഹാരം നൽകുന്നു. ഡോക്ടർ മാളവിക J. ലോയിൽ PhD കരസ്ഥമാക്കിയ ഡോക്ടർ മാളവിക J-ക്ക് ലോ ട്രസ്റ്റ് മെമ്പറായിരുന്ന അടുത്തതായി ഡോക്ടർ അരുൺകുമാർ S. PhD ഇൻ മാനേജ്മെന്റ് ലോ ട്രസ്റ്റ് മെമ്പറായിരുന്ന ശ്രീ N. സുഗതന്റെ സ്മരണാർത്ഥം ഡോക്ടർ അരുൺകുമാർ S-ന് ഉപഹാരം നൽകുന്നു. ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ സ്വാതി PS-ന് ലോ ട്രസ്റ്റ് മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് സുരേഷ് കുമാർ B-യുടെ സ്മരണാർത്ഥം ഉപഹാരം നൽകുന്നു. സ്വാതിക്ക് വേണ്ടി സ്വാതിയുടെ പിതാവ് ഉപഹാരം ഏറ്റുവാങ്ങുന്നു. ലോയിൽ PhD കരസ്ഥമാക്കിയ ഡോക്ടർ ആർഷ B. ലോ ട്രസ്റ്റ് മെമ്പറായിരുന്ന ശ്രീമതി കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റിയുടെ LLM പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് S.K. മനുകൃഷ്ണ, നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ കൃഷ്ണകുമാർ സാറിന്റെ മകൻ കൂടിയാണ് അഡ്വക്കേറ്റ് S.K. മനുകൃഷ്ണയ്ക്ക് ലോ ട്രസ്റ്റിന്റെ ഉപഹാരം നൽകുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് ദേവിക A.K. LLM-ന് ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ദേവിക A.K. ശ്രീമതി മുഹമ്മദ് ഫാത്തിമാറിന്റെ സ്മരണാർത്ഥം അഡ്വക്കേറ്റ് ദേവിക A.K.ക്ക് വേണ്ടി ബ്രദർ ഉപഹാരം ഏറ്റുവാങ്ങും. അടുത്തതായി BA LLB എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ദേവിക B. ലോ ട്രസ്റ്റ് മെമ്പറായിരുന്ന ശ്രീമതി സരസ്വതി അമ്മയുടെ സ്മരണാർത്ഥം. അടുത്തതായി നൽകുന്നത് നാഗരിക ദിലീപ്, ഇക്കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റിയുടെ BCom LLB പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ നന്ദിത പ്രദീപ്, ഇക്കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റി BBA LLB എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് നന്ദിത പ്രദീപിന് വേണ്ടി അച്ഛൻ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. നന്ദിത പ്രദീപിന് ഉപഹാരം നൽകുന്നു. അടുത്തതായി കൃപ ജയൻ, ഇക്കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റി അമ്മ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. അടുത്തതായി അഷ്ന സൂസൻ തോമസ്, ഇക്കഴിഞ്ഞ കേരള യൂണിവേഴ്സിറ്റിയുടെ BCom LLB. അടുത്തതായി
ഫാത്തിമ അൻസബ. കഴിഞ്ഞ MG യൂണിവേഴ്സിറ്റിയുടെ BCom LLB പരീക്ഷയിൽ 3rd റാങ്ക് കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ഫാത്തിമ അൻസബ. ഡോക്ടർ JS ജഹാംഗീർ. ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി MBA എക്സാമിനർത്ഥം ഡോക്ടർ JS ജഹാംഗീറിന് ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. ദക്ഷിണ സരസ്വതിക്ക് ദി ലോട്ടസിന്റെ ഉപഹാരം നൽകുന്നു. സർട്ടിഫിക്കറ്റും നൽകുന്നു. ഇന്ന് നടന്ന പേപ്പർ പ്രസന്റേഷൻ മത്സരത്തിൽ സമ്മാനാർഹരായവരെ പ്രഖ്യാപിക്കുകയാണ്. ഒന്നാം സമ്മാനം ദി ലോട്ടസ് നൽകുന്നത് 10,000 രൂപ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുമാണ്. രണ്ടാം സമ്മാനം നൽകുന്നത് 5,000 രൂപ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും. മൂന്നാം സമ്മാനമായി 3,000 രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുമാണ് നൽകുന്നത്. ഇതിൽ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് അഞ്ജന സതീഷ്. സെക്കൻഡ് പ്രൈസ് അഡ്വക്കേറ്റ് ധ്രുവ PC. ഒന്നാം സമ്മാനം 10,000 രൂപ ക്യാഷ് പ്രൈസ്, രണ്ടാം സമ്മാനം 5,000 രൂപ ക്യാഷ് പ്രൈസ്. ഇനി 4 മുതൽ 10 വരെ സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. സരിൻ, സെൽവകുമാർ, അധേര ഗോപൻ, അഞ്ജലി അജയൻ ഈ 7 പാർട്ടിസിപ്പൻസും വേദിയിലേക്ക് കടന്നു വന്ന് സർട്ടിഫിക്കറ്റ് ഇവിടെ Thanks to everyone. This session is now concluded. Thank you.